ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു വൃന്ദാവൻ കേസ് വേൾഡ്. അപ്പോൾ സെക്കൻഡ് സ്റ്റേജ് 10th പ്രിലിംസ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്ക് ഹെൽപ്ഫുൾ ആണ്. കുറച്ച് ഇമ്പോർട്ടൻറ്റ് ഫാക്ട്സ് ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടിട്ടുള്ള ഒരു വീഡിയോ ആണ് നമ്മൾ ഇന്നലെ ചെയ്തത്. അത് നമ്മൾ നാച്ചുറൽ സയൻസും അതുപോലെ തന്നെ കേരള ഹിസ്റ്ററിയിലെയും കുറച്ച് കാര്യങ്ങളാണ് പറഞ്ഞത്. ഇന്ന് നമ്മൾ കെമിസ്ട്രി, അതും രസതന്ത്രം ദൈനംദിന ജീവിതത്തിൽ എന്ന് പറയുന്ന ആ ഒരു പോർഷനെ ബേസ് ചെയ്തിട്ടുള്ളതും അതുപോലെ തന്നെ കുറച്ച് കറണ്ട് അഫയേഴ്സും ആണ് കേട്ടോ നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പം നമുക്ക് ഡയറക്റ്റ് നോക്കാം. ആദ്യത്തേത് പാരഫിൻ ഓയിൽ എന്നറിയപ്പെടുന്നത് ഏതാണ്? അത് കെറസിൻ അഥവാ മണ്ണെണ്ണയാണ്. ജെറ്റ് വിമാനങ്ങളിലൊക്കെ ഉപയോഗപ്പെടുത്തുന്നത് എന്താണ്? ഈ പറയുന്ന എന്താണ് പാരഫിൻ ഓയിലാണ് കേട്ടോ. അടുത്തത് ലോകത്തിൽ ഏറ്റവും അധികം ഉപയോഗിക്കുന്ന കൽക്കരി ഏതാണ്? ബിറ്റുമിനസ് കോൾ ആണ്. നമ്മൾക്കറിയാം എന്താണ് കോൾ സംബന്ധമായിട്ട്, അതായത് കൽക്കരിയുടെ ഏറ്റവും ഉന്നതമായ ഫോം ഏതാണെന്നുള്ള ഒരു ചോദ്യം ഉണ്ടായിരുന്നു ഇപ്രാവശ്യത്തിൽ, അല്ലെ ആൻഡ്രസൈറ്റ് ആണെന്നുള്ളത് നമുക്കറിയാം. പിന്നെ അതിനുശേഷം വരുന്നതാണ് ബിറ്റുമിനസ് കോൾ കേട്ടോ. അതുപോലെ തന്നെ പിന്നെയുള്ളതാണ് ലിഗ്നൈറ്റ്, പിന്നെയാണ് ഏറ്റവും ലാസ്റ്റ് ആണ് പീറ്റ്. ഇതിൽ 94% കാർബൺ ആണെങ്കിൽ ഇതിൽ 83% കാർബൺ ആണ്. 67% കാർബൺ ആണ് ലിഗ്നൈറ്റില്. പീറ്റിലാണ് ഏറ്റവും കുറവ്, 57% കാർബൺ. ഓക്കെ, ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ടുഡേ എഴുതിയിരിക്കുന്നത്. വുഡ് സ്പിരിറ്റ് എന്നറിയപ്പെടുന്ന ആൽക്കഹോൾ ഏതാണ്? അത് മെഥനോൾ ആണ്. ഓക്കെ, മെഥനോൾ ആണ്. ഗ്രേപ്പ് സ്പിരിറ്റ് എന്നറിയപ്പെടുന്നതോ എഥനോൾ. മദ്യത്തിലും അതിലൊക്കെ ഉപയോഗിക്കുന്നത് ആക്ച്വലി എഥനോൾ എന്ന് പറയുന്ന സംഭവമാണ്. ഓക്കെ, അപ്പോൾ വുഡ് സ്പിരിറ്റ് മെഥനോൾ ആണ്, ഗ്രേപ്പ് സ്പിരിറ്റ് എഥനോൾ ആണ്. ബാത്തിങ് സോപ്പിൽ ഉപയോഗിക്കുന്ന സംയുക്തം ഏതാണത്? പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് അഥവാ KOH ആണ്. ഓക്കെ, ദെൻ വാഷിംഗ് സോപ്പിലോ? NaOH. സിമിലർലി ചോദിക്കാൻ സാധ്യതകളാണ് ബേക്കിംഗ് സോഡയും വാഷിംഗ് സോഡയും കേട്ടോ. അതിനെയും കൂടെ നോക്കാം. ഇനി സോപ്പ് നിർമ്മാണത്തിൽ സോപ്പിനെ ഗ്ലിസറിനിൽ നിന്ന് വേർതിരിക്കുവാൻ ഉപയോഗിക്കുന്നത് ഏതാണ്? NaCl ആണ്. ഓക്കെ, സോഡിയം ക്ലോറൈഡ് ആണ്. അടുത്തത് ഭക്ഷണ പദാർത്ഥങ്ങൾ കേടുകൂടാതെ സൂക്ഷിക്കാൻ ഉപയോഗിക്കുന്ന രാസവസ്തു ഏതാണ്? സോഡിയം ബെൻസോയേറ്റ്. അതൊരു പ്രിസർവേറ്റീവ് പോലെ ആക്ട് ചെയ്യുന്നു. ഓക്കെ, ദെൻ പൈനാപ്പിളിന്റെ ഗന്ധമുള്ള എസ്റ്റർ ഏതാണ്? ഈഥൈൽ ബ്യൂട്ടറേറ്റ്. പൈനാപ്പിളിന്റെ ഗന്ധമുള്ള എസ്റ്റർ ഈഥൈൽ ബ്യൂട്ടറേറ്റ് ആണ്. പൈനാപ്പിൾ ഗന്ധം വരുവാൻ വേണ്ടി ഭക്ഷണത്തിൽ ഉപയോഗിക്കുന്ന രാസവസ്തു അലൈൽ ഹെക്സനോയേറ്റ് ആണ്. അലൈൽ ഹെക്സനോയേറ്റ്. ഇതുപോലെ ആർട്ടിഫിഷ്യൽ ആയിട്ട് ഉപയോഗിക്കുന്ന ഭക്ഷണത്തിൽ സ്മെല്ലിനും കളറിനും അതുപോലെ തന്നെ പ്രിസർവേറ്റീവ് ഒക്കെ ആയിട്ട് യൂസ് ചെയ്യുന്ന കെമിക്കൽസും ഒന്ന് നോക്കി വെക്കണം കേട്ടോ. ദെൻ ഓസോണിനെ ചെറുക്കാൻ കഴിവുള്ള റബ്ബർ. ഓസോണിനെ ചെറുക്കാൻ കഴിവുള്ള റബ്ബർ സെറീൻ ബ്യൂട്ടാഡൈൻ റബ്ബർ എന്നുള്ളതാണ്. സെറീൻ ബ്യൂട്ടാഡൈൻ റബ്ബർ. ദെൻ ടെഫ്ലോൺ എന്ന പോളിമറിന്റെ മോണോമർ ടെട്രാഫ്ലൂറോ ഈത്തീൻ ആണ്. ഓക്കെ, ടെട്രാഫ്ലൂറോ ഈത്തീൻ ആണ് ടെഫ്ലോൺ എന്ന പോളിമറിന്റെ മോണോമർ. അപ്പോൾ ഈ ടെഫ്ലോൺ എന്താണെന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. നോൺ സ്റ്റിക് പാത്രങ്ങളൊക്കെ ഉപയോഗിക്കുന്നവരാണല്ലോ ഭൂരിപക്ഷം പേരും. അപ്പോൾ നോൺ സ്റ്റിക് പാത്രങ്ങളുടെ കോട്ടിങ്ങിന് ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് ആണ് ആക്ച്വലി എന്ത്? ഇതൊരു പ്ലാസ്റ്റിക് ആണ് ടെഫ്ലോൺ എന്ന് പറയുന്നത്. ഓക്കെ, അതിന് മാത്രമല്ല വീര്യം കൂടിയ ആസിഡുകൾ സൂക്ഷിക്കാൻ ഉള്ള സംഭരണികളും നിർമ്മിക്കുന്നത് ഈ ഒരു പ്ലാസ്റ്റിക് ഉപയോഗിച്ചിട്ടാണ്. ഓക്കെ, അതുപോലെ തന്നെ കൃത്രിമമായ ഹൃദയ വാൽവ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക്കും ടെഫ്ലോൺ ആണ്. അപ്പോൾ ടെഫ്ലോൺ ഇമ്പോർട്ടൻ്റ് ആണ്. അതിന്റെ മോണോമർ ടെട്രാഫ്ലൂറോ ഈത്തീൻ ആണ്. നോക്കാം. ആദ്യമായി നിർമ്മിക്കപ്പെട്ട കൃത്രിമ റബ്ബർ അല്ല കേട്ടോ, കൃത്രിമ നൂൽത്തരമാണ്. കൃത്രിമ നൂൽത്തരം അതേതാണ്? നൈലോൺ ആണ് കേട്ടോ. ഇത് മുൻപ് ചോദിച്ചിട്ടുണ്ട്. അടുത്തത് കൃത്രിമ നാരുകൾ, പ്ലാസ്റ്റിക് എന്നിവയെ കുറിച്ചുള്ള പഠനം. കൃത്രിമ നാരുകൾ, പ്ലാസ്റ്റിക് എന്നിവയെ കുറിച്ചുള്ള പഠനമാണ് എന്ത്? പോളിമർ കെമിസ്ട്രി. മുൻപ് വേറൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്, ഗ്രീൻ കെമിസ്ട്രി എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണെന്നുള്ള രീതിയിൽ. അപ്പൊ അതുകൊണ്ടാണ് ഇങ്ങനൊരു ഇത് പറഞ്ഞത് കേട്ടോ. അപ്പോൾ ഇങ്ങനെ സ്പെഷ്യൽ ആയിട്ടുള്ള ബ്രാഞ്ചസ് നമ്മളൊന്ന് നോക്കി വെക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ഈ ഗ്രീൻ കെമിസ്ട്രി എന്ന് പറയുന്നത് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നതാണ്? പരിസ്ഥിതി സൗഹൃദ രാസവസ്തുക്കൾ, മാലിന്യം പുറന്തള്ളാത്ത നിർമ്മാണ പ്രക്രിയകൾ എന്നിവ വികസിപ്പിച്ചെടുക്കുന്ന നൂതന രസതന്ത്ര ശാഖയാണ് ഗ്രീൻ കെമിസ്ട്രി എന്ന് പറയുന്നത്. പരിസ്ഥിതി സൗഹൃദ രാസവസ്തുക്കൾ, മാലിന്യം പുറന്തള്ളാത്ത നിർമ്മാണ പ്രക്രിയകൾ എന്നിവ വികസിപ്പിച്ചെടുക്കുന്ന നൂതന രസതന്ത്ര ശാഖയാണ് ഗ്രീൻ കെമിസ്ട്രി. അതുപോലെ വേറെ ഉണ്ട് ബയോ കെമിസ്ട്രി, അഗ്രികൾച്ചറൽ കെമിസ്ട്രി, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറേ ഉണ്ട്. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഞാൻ പോളിമർ കെമിസ്ട്രി എന്താണെന്ന് പറഞ്ഞുള്ളൂ. നെക്സ്റ്റ്, ആദ്യത്തെ കൃത്രിമ പ്ലാസ്റ്റിക് അതേതാണ്? ആദ്യത്തെ കൃത്രിമ പ്ലാസ്റ്റിക് അത് ബേക്കലൈറ്റ് ആണ്. സ്വിച്ച്, പ്ലഗ്, ബട്ടണുകൾ, ഓക്കെ, പാചകപാത്രങ്ങളുടെ കൈപ്പിടികളൊക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ഒരു തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക് ആണ്. ഓക്കെ, തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക് ആണ് എന്ത്? ബേക്കലൈറ്റ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കുക. ഓക്കെ, അടുത്തത് പ്ലാസ്റ്റിക് കത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന ക്യാൻസറിന് കാരണമായ വിഷവാതകം അതേതാണ്? ഡയോക്സിൻ. നെക്സ്റ്റ്, വീണ്ടും ഉപയോഗിക്കാൻ കഴിയുന്ന പ്ലാസ്റ്റിക്. വീണ്ടും ഉപയോഗിക്കാൻ കഴിയുന്ന, റീയൂസ് ചെയ്യാൻ പറ്റുന്ന പ്ലാസ്റ്റിക് ഏതാണ്? അത് തെർമോ പ്ലാസ്റ്റിക് ആണ്. എന്താ തെർമോ പ്ലാസ്റ്റിക് എന്ന് പറഞ്ഞാൽ ഫിസിക്കലി ഫിസിക്കലി എന്തെങ്കിലും മാറ്റം വരികയാണെങ്കിൽ അതാണ് തെർമോ പ്ലാസ്റ്റിക് എന്ന് പറയുന്നത്. എക്സാമ്പിൾ ഇപ്പം നമ്മൾ പറയുന്ന PVC, പോളിവിനൈൽ ക്ലോറൈഡ്, PVC പൈപ്പ് ഒക്കെ കേട്ടിട്ടില്ലേ? അത് നമ്മളിപ്പോ കണ്ട കൃത്രിമ പ്ലാസ്റ്റിക് ആദ്യത്തെ ഏതാണ്? നൈലോൺ, കൃത്രിമ നൂൽത്തരം എന്നൊക്കെ പറഞ്ഞില്ലേ? അത്. ഇതൊക്കെ എന്താണ്? ചൂടാക്കുമ്പോൾ
ഭൗതിക മാറ്റം അഥവാ ഫിസിക്കൽ ചേഞ്ച് സംഭവിക്കുന്ന പ്ലാസ്റ്റിക് ആണ് ഇത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വീണ്ടും ഉപയോഗിക്കാൻ കഴിയുന്ന പ്ലാസ്റ്റിക് ആണ് തെർമോപ്ലാസ്റ്റിക് എന്ന് പറയുന്നത്. ചൂടാക്കുമ്പോൾ ഇത് എന്താവും, സോഫ്റ്റ് ആവും. ഓക്കെ, ഇനി തെർമോപ്ലാസ്റ്റിക്കുകൾ എന്ന് പറയുന്നത് എന്താണ്, ലീനിയർ പോളിമറുകളാണ്. ലീനിയർ പോളിമർ അതായത് നേർരേഖയിൽ ചേർന്ന ഘടനയുള്ള പോളിമറുകളാണിത്. ഓക്കെ, ഇങ്ങനെ ലീനിയർ ആയിട്ട് എന്ന് പറയില്ല, ഇങ്ങനെ ലീനിയർ ആയിട്ട് ചേരുന്ന പോളിമറുകളാണ് തെർമോപ്ലാസ്റ്റിക് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം കൂടെ മനസ്സിലാക്കണം, തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക് ഉണ്ട്. തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി ചൂടാക്കുമ്പോൾ അതിന് ഫിസിക്കൽ ചേഞ്ച് അല്ല, കെമിക്കൽ ചേഞ്ച്. ഓക്കെ, കെമിക്കൽ ചേഞ്ച് വരുന്നതാണ് എന്ത്, തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക്. ഓക്കെ, തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക് എന്ന് പറയുന്നത് അതാണ്. അപ്പോൾ അതിനൊരു എക്സാമ്പിൾ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ബേക്കലൈറ്റ്. നമ്മളിപ്പോൾ കണ്ട ബേക്കലൈറ്റ് ഇല്ലേ, പിടി, നമ്മൾ പാത്രങ്ങളുടെയൊക്കെ പിടി പറഞ്ഞില്ലേ, അതൊക്കെ എന്താണ്, ചൂടാക്കുമ്പോൾ അതിന് കെമിക്കൽ ചേഞ്ച് വരും. ഓക്കെ, തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക്കുകൾ ക്രോസ് ലിങ്ക്ഡ് പോളിമറുകളാണ്. അതായത് ക്രോസ് ലിങ്ക്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ ഈ കണ്ട ചെയിനിൽ ഇതിങ്ങനെ ഒരു ഇതും കൂടി ഉണ്ടാവും, ഇങ്ങനെ കണക്ഷൻ പോലെ. ഓക്കെ, ക്രോസ് ലിങ്ക്ഡ് ആണ്, അതാണ് ഇതെന്ന് പറയുന്നത്. അടുത്തത് ഗ്ലാസ് എന്ന് പറയുന്നത് എന്താണ്, അതൊരു സിലിക്കേറ്റ് മിശ്രിതമാണ്. സോഫ്റ്റ് ഗ്ലാസ് ഒക്കെ ഉപയോഗിക്കുന്നത് ജനൽപ്പാളികൾ, ദർപ്പണങ്ങളൊക്കെ ഇതാക്കാൻ വേണ്ടിയിട്ടാണ്. ഹാർഡ് ഗ്ലാസ് ആണ് ലബോറട്ടറി അഥവാ അടുക്കള ഉപകരണങ്ങളിലൊക്കെ ഉപയോഗിക്കുന്നത്. പൈറക്സ് ഗ്ലാസ് ആണ് ലബോറട്ടറി അല്ലെങ്കിൽ പാചക പാത്രങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ ലെൻസ്, പ്രിസം അതിനൊക്കെ വേണ്ടിയിട്ട് ഫ്ലിൻ ഗ്ലാസ് ആണ്. അപ്പോൾ ഇതിങ്ങനെ തന്നെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ, അതാണ് ഞാൻ ഈ ഗ്ലാസിന്റെ ജസ്റ്റ് എടുത്ത് എഴുതിയത്. ഓക്കെ, അടുത്തത് നമ്മൾ 14th ദാദാ സാഹിബ് ഫാൽക്കെ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ അവാർഡ്സിന്റെ ആണ് പറയുന്നത് 2024. അതിന്റെ മികച്ച നടൻ ഷാറുഖ് ഖാൻ ആയിരുന്നു. ജവാൻ എന്ന് പറയുന്ന ചിത്രത്തിന് വേണ്ടിയിട്ടാണ് അദ്ദേഹത്തിന് മികച്ച നടൻ എന്നുള്ള പുരസ്കാരം ലഭിച്ചത്. മികച്ച നടി റാണി മുഖർജി ആയിരുന്നു. അവരുടെ മിസസ് ചാറ്റർജി വേഴ്സസ് നോർവേ എന്ന് പറയുന്ന ചിത്രത്തിനാണ് കേട്ടോ ആ ഒരു പുരസ്കാരം ലഭിച്ചത്. ഓക്കെ, ദെൻ മികച്ച ചിത്രം ജവാൻ തന്നെയായിരുന്നു. ഓക്കെ, മികച്ച ചിത്രം ജവാനാണ്, സംവിധാനം ആറ്റ്ലിയ. ദെൻ മികച്ച സംവിധായകൻ സന്ദീപ് റെഡ്ഡി വങ്ക. അദ്ദേഹത്തിന്റെ ആനിമൽ എന്ന മൂവിക്കാണ് മികച്ച സംവിധായകനുള്ള പുരസ്കാരം ലഭിച്ചത്. ദെൻ അടുത്തത് ഭാരത് രത്ന പുരസ്കാരം 2024 ലഭിച്ചവരെയാണ് നോക്കുന്നത്. MS സ്വാമിനാഥൻ, മരണാനന്തര പുരസ്കാരമായിട്ട് ലഭിച്ചവര് MS സ്വാമിനാഥൻ, അതുപോലെ തന്നെ ചരൺ സിംഗ്, PV നരസിംഹറാവു, കർപ്പൂരി ഠാക്കൂർ, ഇത്രയും പേർക്കാണ് മരണാനന്തര പുരസ്കാരമായിട്ട് ലഭിച്ചത്. ഇതിൽ MS സ്വാമിനാഥൻ അദ്ദേഹം 2023 സെപ്റ്റംബർ 28 അന്തരിച്ചത്. അല്ലെ, ഹരിത വിപ്ലവത്തിന്റെ പിതാവാണ്. അതുപോലെ തന്നെ ചരൺ സിംഗ്, അദ്ദേഹം ഇന്ത്യയുടെ 5ാമത് പ്രധാനമന്ത്രിയായിരുന്നു. ഓക്കെ, അതും കൂടി മനസ്സിലാക്കാം, മുൻ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രിയും കൂടിയായിരുന്നു. ദെൻ PV നരസിംഹറാവു, എല്ലാവരും കേട്ടിട്ടുണ്ടാവും അല്ലെ, ദക്ഷിണേന്ത്യയിൽ നിന്നുള്ള ആദ്യ പ്രധാനമന്ത്രിയാണ് PV നരസിംഹറാവു. ഇന്ത്യയിലെ ന്യൂ എക്കണോമിക് റീഫോംസ് എന്ന് പറയുന്ന ആ ഒരു പരിഷ്കാരങ്ങളൊക്കെ ഉണ്ടല്ലോ, പുത്തൻ സാമ്പത്തിക പരിഷ്കാരങ്ങൾക്ക് തുടക്കം കുറിച്ച പ്രധാനമന്ത്രിയാണ് PV നരസിംഹറാവു. അതുപോലെ കർപ്പൂരി ഠാക്കൂർ അദ്ദേഹത്തിനും മരണാനന്തരമായിട്ടാണ് ലഭിച്ചത്. മുൻ ബീഹാർ മുഖ്യമന്ത്രിയായിരുന്നു കേട്ടോ അദ്ദേഹം, മുൻ ബീഹാർ മുഖ്യമന്ത്രി. പിന്നെ LK അദ്വാനി, അദ്ദേഹത്തിനാണ് 50ാമത് ഭാരത് രത്ന പുരസ്കാരം ലഭിക്കുന്ന വ്യക്തി LK അദ്വാനിയാണ്. ഓക്കെ, അപ്പോൾ ഫേമസ് ആയിട്ടുള്ള കുറച്ച് പുരസ്കാരങ്ങളുടെയും അതുപോലെ തന്നെ ഇങ്ങനെയുള്ള ഭാരത് രത്ന ഹയസ്റ്റ് സിവിലിയൻ അവാർഡാണത് അല്ലേ, അതുപോലെ പത്മ പുരസ്കാരങ്ങളും നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. ചിലപ്പോൾ ഇപ്രാവശ്യത്തിൽ അത് ചോദിക്കാം. നെക്സ്റ്റ് 75th റിപ്പബ്ലിക് ഡേ 2024 ആണ് ഞാൻ എഴുതിയിട്ടുള്ളത്. നമ്മൾ പഠിക്കുമ്പോൾ എന്താണ് August 15 നമ്മുടെ ഇൻഡിപെൻഡൻസ് ഡേയുടെയും കൂടെ പ്രത്യേകതയിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുള്ളതും കൂടി നിങ്ങൾ നോക്കണം കേട്ടോ. കാരണം ചീഫ് ഗസ്റ്റ് ആയിട്ട് വന്നവർ ആരൊക്കെ, അങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ 75th റിപ്പബ്ലിക് ഡേയിൽ കുറച്ച് പോയിന്റ്സ് ഞാനിവിടെ എഴുതിയിട്ടുള്ളൂ. അതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും നോക്കിക്കുന്നത് നല്ലതായിരിക്കും. അപ്പൊ അതിന്റെ തീം എന്തായിരുന്നു? വികസിത് ഭാരത് ആൻഡ് ഭാരത് ലോക്തന്ത്ര കി മാതൃക. ഓക്കെ, വികസിത് ഭാരത് ആൻഡ് ഭാരത് ലോക്തന്ത്ര കി മാതൃക എന്നതായിരുന്നു തീം. ചീഫ് ഗസ്റ്റ് ഇമാനുവൽ മാക്രോൺ ആയിരുന്നു, ഫ്രഞ്ച് പ്രസിഡന്റ്. പിന്നെ അടുത്തത് ISRO അവതരിപ്പിച്ച ടാബ്ലോ, ഈ ഒരു 75th റിപ്പബ്ലിക് ഡേയിൽ അവതരിപ്പിച്ച ടാബ്ലോ ചന്ദ്രയാൻ 3 ആയിരുന്നു. അപ്പൊ അതിൽ പക്ഷെ ആദിത്യ L1ഉം LVM3യും ഗഗൻയാൻ ഭാരതീയ അന്തരീക്ഷ സ്റ്റേഷനൊക്കെ അതിലുണ്ടായിരുന്നു എന്നുള്ളതും കൂടി മനസ്സിലാക്കുക. പിന്നെ 75ാമത് റിപ്പബ്ലിക് ദിനത്തിന്റെ സ്മരണയ്ക്കായി ആരംഭിച്ച ഒരു വർഷം നീണ്ടു നിൽക്കുന്ന പാൻ ഇന്ത്യ ക്യാമ്പയിൻ. ഓക്കെ, പാൻ ഇന്ത്യ ക്യാമ്പയിൻ ആണ് ഹമാരാ സംവിധാൻ ഹമാരാ സമ്മാൻ എന്നുള്ളത്. ഓക്കെ, അത് ഉദ്ഘാടനം ചെയ്തത് ജഗദീപ് ധൻകർ ആയിരുന്നു. ഓക്കെ, ഇതിനു മുൻപ് ഇതിനോട് റിലേറ്റ് ചെയ്ത് വേറൊരു ചോദ്യം ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. എന്താണ് 2024 റിപ്പബ്ലിക് ദിന പരേഡിലെ മികച്ച ടാബ്ലോക്കുള്ള പുരസ്കാരം നേടിയത് ഏത് സംസ്ഥാനമാണ്? ഒഡീഷയാണ്. ദെൻ ലാസ്റ്റ് 18th ലോക്സഭ ഇലക്ഷൻ 2024 അതൊന്ന് കൃത്യമായിട്ട് നോക്കണം കേട്ടോ.
നമ്മൾക്ക് ഇതിൽ നിന്നൊരു ചോദ്യം ഉണ്ടായിരുന്നു. കേരളത്തിലെ ലോക്സഭാ ഇലക്ഷൻ നടക്കുന്ന എത്ര ലോക്സഭാ സീറ്റുകൾ എന്നുള്ള രീതിയിലൊരു ചോദ്യം ഉണ്ടായിരുന്നു. എത്രയാണ്? 20 അല്ലെ? അപ്പോൾ ആ ലോക്സഭാ ഇലക്ഷനെ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളൊന്ന് നോക്കണം. ലേറ്റസ്റ്റ് ആയിട്ട് നടന്ന 20 മണ്ഡലങ്ങളിൽ തിരഞ്ഞെടുക്കപ്പെട്ട MP-മാരെയും കൂടെ നമ്മളൊന്ന് മനസ്സിലാക്കണം. ഓക്കെ, ആരൊക്കെയാണെന്നുള്ളത്. 543 സീറ്റുകളിലേക്കാണ് മത്സരം നടന്നത്. 7 സ്റ്റേജസ് ആയിട്ടാണ് നടന്നത്. അതിൽ രണ്ടാം ഘട്ടത്തിലായിരുന്നു കേട്ടോ കേരളത്തിന് ഇലക്ഷൻ നടന്നത്. ദെൻ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ പോളിംഗ് സ്റ്റേഷനായ താഷിംഗാങ്ങിലും ഇലക്ഷൻ നടന്നിരുന്നു. അത് ഹിമാചൽ പ്രദേശിലാണ്. ഇനി ബാക്കിയുള്ള ഫാക്ട്സ് 18th ലോക്സഭ ഇലക്ഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും നിങ്ങൾ നോക്കണം കേട്ടോ, കാരണം ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, കുറച്ചധികം പോയിന്റ്സ് നോക്കി നിങ്ങൾക്ക് ഇതൊക്കെ ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.